ഈ കുളത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് കുളങ്ങളും ഇതുകൊണ്ട് ഇതുകൊണ്ട് തൊട്ടപ്പുറത്തും ഉണ്ട്. ഒരിക്കലും എത്ര പൊള്ളുന്ന ചൂടത്തും ഇത് പറ്റത്തില്ല. ഇതൊരു 3-3.5 അടി താഴ്ച ഇതിനുള്ളു. അതിന് ശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടെത്താൻ പറ്റത്തില്ല. അള്ളയാണ് രണ്ടും അതുപോലെ തന്നെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിഷ്ഠ അവിടെ ആണെങ്കിലും ഇതിൻ്റെ മൂലസ്ഥാനം എന്ന് പറയുന്നത് ഇവിടെ ആയിരുന്നു പണ്ട് വിളക്ക് കത്തിക്കുന്നത്. ഈ പേരിൽ ചുവട്ടിൽ 3 കല്ലിലായിട്ടായിരുന്നു തിരി കത്തിക്കുന്നത്. ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ ക്ഷേത്രത്തിലെ ഈ ഒരു വെള്ളം ഒരിക്കലും പറ്റത്തില്ലെന്നാണ് പറയുന്നത്. ഇവിടെ ഉണ്ട്, തൊട്ടപ്പുറത്തും ഉണ്ട്. അതെ എത്ര പൊള്ളുന്ന ചൂടത്തും ഈ വെള്ളം പറ്റത്തില്ല. കാരണം പാറയുടെ അടിയിൽ നിന്നല്ലേ, ഏറ്റവും അടിയിൽ ഭാഗത്തു നിന്നാണ് വെള്ളം ഇതിനകത്ത്. സാധാരണ ഈ പാറപ്പുറത്ത് വെള്ളം കിടക്കുകയെന്നുണ്ടെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചൂട് കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊള്ളി നിൽക്കുന്നേ. വെയിലാകുമ്പോൾ അത് ചൂട് സമയത്ത് പറ്റേണ്ടതുമാണ്. ഇതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് നിമിഷവും ഒരു 10 രൂപ മാക്രി ആ ചൂട് സമയത്ത് ഇപ്പം കുറവാണെങ്കിലും എനിക്ക് തോന്നുന്നു ആ സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ ഈ മാക്രി മറ്റേ പ്രാണികളും എല്ലാം ഇതിനകത്തുണ്ട്. വെള്ളം കുടിച്ച് നല്ല തണുപ്പാണ് ശരിക്കും. ഇവിടെ പാറപ്പുറത്താണെന്നുണ്ടെങ്കിലും ഈ കുളത്തിൽ ഈ വെള്ളം നിൽക്കുന്നെങ്കിലും നല്ല കൂളിങ്ങാണ്.